ഗൈസ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. അപ്പം ഇന്ന് നമ്മൾ ഉള്ളത് പള്ളിക്കര ബീച്ചിലാണ് ഗൈസ്. അപ്പോൾ നമുക്ക് അവിടുത്തെ വിശേഷങ്ങളെല്ലാം കാണാം. ഗൈസ്, അവിടെ ഇപ്പോൾ ക്ലോസ് ആക്കും 6:30 ഈ ബീച്ച്. ഇത് കടലിൻ്റെ വാട്ടേഴ്സ് ഇതെല്ലാം ഇത് ക്ലോസ് ആക്കും. പിന്നെ അവിടെ എല്ലാം ഇങ്ങനെ പ്ലേസ് എല്ലാം ഓണായിരിക്കും. പക്ഷേ ഇവിടെ ഓഫ് ആകുന്നില്ല. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇവിടേക്ക് വന്നു. So set guys. Guys, അവിടെ ഒരു ഹോസ്റ്റൽ ഗൈസ്, ഞാൻ കാണിച്ചു തരാം. ഇന്ത്യ പോയിട്ടുണ്ടായിരുന്നു, പാപ്പാവും ഞാനും പോയിട്ടുണ്ടായിരുന്നു. ഗൈസ്, ഫസ്റ്റ് അതിലേക്ക് ആ ഒരു ഇതില്ലേ പല അതിൽ പോകുന്നത്. പക്ഷേ അത് സോ ഡേഞ്ചറസ്. സോ നമ്മൾ പോയിട്ടില്ല. ക്ലൗഡാണ് ഗൈസ്. റെഡ് മൂണിൽ നമ്മൾ അങ്ങോട്ടും ചെല്ലില്ല, ചെല്ലി അങ്ങോട്ട് പോകണം ആളാണെങ്കിൽ. ഗൈസ്, അപ്പോൾ നമ്മുടെ ടൈം തീർന്നിരിക്കുന്നു ഗൈസ്. ഓക്കെ, മാൻ ആ ഒരാളില്ലേ അയാൾ ചെല്ലുന്നുണ്ട്. പോകൂ, നിങ്ങളുടെ സമയം തീർന്നിരിക്കുന്നു അറിയാം. ബിസിലടിക്കുന്ന ഒരു ക്ലൂ തന്നെയാണ് ഗൈസ്. ഇത് നല്ല വെളിയിൽ വന്നു ഗൈസ്, വന്നിരിക്കുന്നു. അപ്പം നമ്മൾ റെഡ് മൂണിലേക്ക് പോകുകയാണ് ഗൈസ്. ഓക്കെ, ലാസ്റ്റ് we end the Red Moon Beach guys. അങ്ങോട്ട് ബേക്കൽ ഫുഡ് പള്ളിക്കര ബീച്ചിൽ നിന്ന് കുറച്ച് വന്നാൽ കിട്ടും ഗൈസ് റെഡ് മൂൺ. അപ്പോൾ നിങ്ങൾ പള്ളിക്കര ബീച്ചിൽ പോകുന്നുണ്ടെങ്കിൽ എന്തായാലും റെഡ് മൂൺ വിസിറ്റ് ചെയ്യണം ഗൈസ്. ഓക്കെ, നമുക്ക് കുറച്ച് നേരം ഇപ്പോൾ ഇങ്ങനെ ഒരു നിസ്കരിക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഇങ്ങനെ അടുകയാണ്. ഓക്കെ ഗൈസ്, പക്ഷെ ഞാൻ ഇപ്പം സ്വിങ്ങിൽ കയറാൻ പോവാണ് ഗൈസ്. ലെറ്റ്സ് സീ. സ്വിങ്ങിലാണ് പോകുന്നത് ഞാൻ കൊണ്ട് എത്ര നേരില്ല ഗൈസ്. ഓക്കെ, വി ക്യാൻ ഗോ. യെസ്, സെറ്റ്. അവിടെ ഒരു കുഞ്ഞു ട്രെയിൻ ഗൈസ്. അങ്ങോട്ട് പോകാൻ കഴിയില്ല, കുറച്ചങ്ങോട്ട് പോകണം. അതാണ് ഗൈസ്. കുറച്ച് പണിയുണ്ട്. ഞാൻ റൺ മാക്സിമം ഞാൻ നോക്കാം. ചാവിയിൽ പോകുന്നു. ഞാൻ ഭാഗ്യത്തിലാണ് ഗൈസ് രക്ഷപ്പെട്ടത്. അതർവൈസ് ഇങ്ങനെ അവിടെ ഓക്കെ. നമ്മൾ ട്രെയിനിലാണ് ഉണ്ടത് ഗൈസ്. ട്രെയിൻ കുറച്ച് മുമ്പ് ഞാൻ കാണിച്ചിട്ട് ഒരു ട്രെയിന് പോകുന്ന അതിലാണ് നമുക്ക് കയറിയിരുന്നത്. ഞാനും എൻ്റെ അറിയാനും മാത്രമേ കയറിയത്. അതിന് ഒരാൾക്ക് 40 രൂപയാണ്. അപ്പോൾ ഇതൊരു പഴയ തോണിയാണ് ഗൈസ്. ആ കടലിൽ നിന്ന് പണ്ട് ബ്രിട്ടീഷ് കാലത്ത് ഉണ്ടാകുമ്പോൾ ഒഴുകി വന്നതാണ് ഗൈസ്. കണ്ടോ, വിശ്വസിച്ചൊക്കെ അന്ന് ബ്രിട്ടീഷുകാരുടെ ലോകത്ത് വന്നത്. അപ്പോൾ ഗൈസ്, നമ്മൾ കുറേ ദിവസം ഞാൻ വീഡിയോ ഇടാത്ത എന്താ വെച്ചാലും ഇപ്പോൾ ബാപ്പ വന്ന് ക്ലോസ് ഫാമിലിൻ്റെ മാരേജ് ഉണ്ടായി കുറേ ദിവസം ഉണ്ടായി ഗൈസ്. അതുകൊണ്ട് 2 മാരേജ് അറ്റാക്റ്റായിട്ട് വന്നത്. അതുകൊണ്ട് കുറച്ച് ഇങ്ങനെ ഫങ്ഷന് എടുക്കാൻ നോക്കിയതാണ്, പക്ഷേ ടൈം കിട്ടിയില്ല ഗൈസ്. സോ അതുകൊണ്ടാണ് ഞാൻ എടുക്കാത്തത്. പാതി എടുത്തിട്ടുണ്ടായി, അതിന് ഞാൻ പാതി എടുക്കാൻ ടൈം കിട്ടിയില്ല. 2 വീഡിയോ പറ്റി എടുത്തിട്ടുണ്ടായി ഇങ്ങനെ മറ്റേതാക്കിയിട്ട് അങ്ങനെ എല്ലാം ആക്കിയിട്ട് എടുത്തതാണ്. പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട, അത് ഇടണ്ട, നിങ്ങൾ വിചാരിച്ചിട്ടാണ് ഇടാത്തത്. അല്ലെങ്കിൽ ഇടുന്നത് ഗൈസ്. അവിടെ ട്രെയിനിൻ്റെ സ്ഥലമാണ് ഗൈസ് തോന്നുന്നു, അറിയില്ല ഗൈസ്. സോ അവിടെ നമുക്ക് പറയാനില്ല എനിക്ക്. അപ്പോൾ അവിടെ പോകുന്ന ഗൈഡ് അത് ഞാൻ കാണിച്ചതും ഓരോന്നിങ്ങനെ പറയാനില്ല ഗൈസ്. ഇപ്പോൾ ഈ വീഡിയോ കാണുന്നവർ പ്ലീസ് സബ്സ്ക്രൈബ്, പ്ലീസ് subscribe and like my video. Share to your friends and your family. Just like and subscribe my channel. Okay guys.
ലൈറ്റ്സിട്ടല്ല എടുക്കുന്നത്. മീൻസ് ലൈറ്റ് കിട്ടുന്നില്ല. ഞാൻ ഇങ്ങനെ ലൈറ്റ് ആക്കി ഇങ്ങനെ എടുക്കുന്നു. അപ്പോൾ വീട്ടിൽ വരുന്നുണ്ട്. വീട് ഇങ്ങനെ പറയാനില്ല എനിക്ക്. എന്തൊക്കെ പറയാണെങ്കിൽ വെച്ചല്ല. അപ്പം നമ്മൾ അറ്റ് ലാസ്റ്റ് പോകുകയാണ്. കുറച്ച് ഏതില്ല കയറി ആയിസമ എന്നിട്ട് കുറേ നേരം ഞാൻ ഇതാക്കിയിട്ട് വീട്ടിൽ എടുത്തിട്ട് അപ്പോൾ ഇനി നമുക്ക് പോകണം. ബാ അല്ല ഇനി ഇവിടത്തേക്ക് പോവാം. കാരണം കുറച്ച് റെസ്റ്റോറൻറ്റ് അറിയില്ല ഗൈസ്, നമുക്ക് നോക്കാം. റെഡ് മൂൺ ബീച്ച്. നമ്മളിപ്പോൾ ഒരു റെസ്റ്റോറൻറ്റിലാണ്, ഗോൾഡൻ ബേക്കറി. നമ്മൾ അവിടെ വന്നു ഗൈസ്. ഇപ്പോൾ ഗോൾഡൻ ബേക്കറി ഇത് എവിടെയാണെന്ന് അറിയില്ല ഗൈസ്, സ്ഥലം എവിടെയാണെന്ന് അറിയില്ല. അപ്പോൾ നമുക്ക് അവിടെ പോകാം. റെസ്റ്റോറൻറ്റിലെ പറ്റി അപ്പോൾ ഒരാൾക്കാണ് വീട്ടിലേക്കാണ് ഗൈസ്. I am mind up the video. ഞാനപ്പോൾ പേരിലെത്തി. അപ്പം എനിക്കെന്തെങ്കിലും പറയാനില്ല. സോ ബൈ ബൈ.